ഹലോ ഗൈസ്, കുറേ നാളുകൊണ്ട് എങ്ങോട്ടെങ്കിലൊക്കെ കറങ്ങാൻ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു വിധത്തിലൊന്നും നടക്കാത്തതുകൊണ്ട് ഒരു നൈറ്റ് ലൈഫ് ആയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പിന്നെ ഈ റോഡ് ആയതുകൊണ്ട് ഇപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഇപ്പോൾ ഷട്ടപ്പടയും നമുക്ക് അങ്ങ് മേവറത്ത് എത്താൻ പറ്റും. കൊട്ടിയം ടച്ച് ചെയ്യാത്തവർക്ക്, അല്ലാത്തവർക്കാണെങ്കിൽ കൊട്ടിയത്തിറങ്ങി കുറച്ച് ബ്ലോക്കിലൊക്കെ പെടേണ്ടി വരും. അങ്ങനെ നമ്മൾ നേരെ പോയി നമ്മൾ പുതിയതായിട്ട് കൊല്ലത്ത് ഓപ്പൺ ചെയ്ത അറ്റ്ലസിലോട്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി കുറേ ഡ്രസ്സൊക്കെ നോക്കിയെങ്കിലും നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവനെ ചൊറിയിൽ എൻ്റെ മെയിനാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ നേരെ തിരിച്ച് ഇങ്ങനെ വി പാർക്കിലോട്ട് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പാർക്ക് നൈറ്റ് ലൈഫ് ആസ്വദിക്കാൻ ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ പാർക്ക് തന്നെ ആണല്ലോ. പലരുടെയും തറവാട് സ്വത്തായിട്ടാണ് ഇപ്പോൾ ഈ പാർക്കിനെ കാണുന്നതെന്നൊക്കെ ഞാൻ കേട്ടു. അങ്ങനെ നമ്മൾ ഈ പാർക്കിലെത്തിയിട്ട് ആദ്യം തന്നെ ജന്നായി ദൈ കൂടാരത്തിലോട്ട് അങ്ങ് കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 15 മിനിറ്റ് നിൽക്കുന്നതിന് 50 രൂപ എടുക്കണമായിരുന്നു. പിന്നെ 15 മിനിറ്റൊന്നും ഓളം നിൽക്കാത്തത് കൊണ്ട് നമ്മുടെ 50 രൂപ വെള്ളത്തിലുമായി. ഇവിടെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ചാടി ഇറങ്ങും. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ കുറേ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ അതൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മാറ്റി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഈ ചെറിയ പയ്യനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ നമ്മുടെ വി പാർക്കിന് തൊട്ട് പിറകെ തന്നെ റെയിൽവേ ട്രാക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കിട്ടും. അങ്ങനെ ജന്നായി അവിടെ നിന്ന് കുറേ നേരം നമ്മൾ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓരോരോ സാധനങ്ങൾക്ക് കയറും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കണ്ട ഓട്ടാനെ അവൻ അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകും. കാരണം അവന് വീഡിയോ എടുക്കുന്നത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഇവന്മാർ വോളിബോൾ കളിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സാധനം ഈ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അയ്യോ, ഭയങ്കര അടിപൊളിയായിരുന്നു ഗൈസ്. ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നതിൽ 100 റുപ്പീസാണ്. പക്ഷേ അത് വേർത്തായിരുന്നു ഗൈസ്. ഞാൻ അവിടെ നിന്ന് അലറിക്കവും വിളിക്കുന്ന കുറേയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങോട്ടൊക്കെയാണ് ഞാൻ തിരിയാൻ വരെയൊക്കെ ചെയ്യുന്നത് എനിക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. എന്നെ പിടിച്ച് അസ്നയുടെ കൈ വേദനിച്ചു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വി പാർക്കിൽ മെയിനായിട്ടുള്ളതാണല്ലോ ഗാനമേള. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നേരെ പോയിട്ട് ഒരു ചെറിയൊരു കടയിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെടാ, ബൈ.